നമസ്കാരം. വനമാലിയിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രീകൃഷ്ണ അർജുന സംവാദമായ ശ്രീമദ് ഭഗവത്ഗീതയിലെ അർജുന വിഷാദയോഗം എന്ന ഒന്നാമത്തെ അധ്യായവും സാഖ്യയോഗം എന്ന രണ്ടാമത്തെ അധ്യായവും നമ്മൾ വായിച്ച് അർത്ഥം പറഞ്ഞു. ഇന്ന് നമുക്ക് മൂന്നാമത്തെ അധ്യായമായ കർമ്മയോഗത്തിലേക്ക് പ്രവേശിക്കാം. സാഖ്യബുദ്ധി, യോഗബുദ്ധി, സ്വധർമാനുഷ്ഠാനം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് രണ്ടാമത്തെ അധ്യായത്തിൽ ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനനെ ഉപദേശിച്ചത്. അതുപോലെ സ്ഥിതപ്രജ്ഞന്റെ ലക്ഷണങ്ങളും ആ സ്ഥിതപ്രജ്ഞത നേടാനുള്ള മാർഗവുമൊക്കെ ഉപദേശിച്ചു കേട്ട അർജുനന് കർമ്മയോഗത്തേക്കാൾ ഉത്തമമായത് ജ്ഞാനയോഗമാണ് എന്നാണെങ്കിൽ താൻ എന്തിനാണ് ഇവിടെ യുദ്ധം ചെയ്യേണ്ടത് എന്നൊരു സംശയം ഉടലെടുക്കുകയാണ്. എന്നിട്ട് തൻ്റെ സംശയ നിവാരണത്തിനായി ശ്രീകൃഷ്ണ ഭഗവാനോട് അർജുനൻ ചോദിക്കുന്നതായിട്ടാണ് ഈ അധ്യായം ആരംഭിക്കുന്നത്. ആദ്യത്തെ ശ്ലോകം: അർജുന ഉവാച ജ്യായസി ചേത് കർമ്മണസ്തേ മതാ ബുദ്ധിർജനാർദ്ദന തത്കിം കർമ്മണി ഘോരേ മാം നിയോജയസി കേശവ. ജ്യായസി ചേത് കർമ്മണസ്തേ മതാ ബുദ്ധിർജനാർദ്ദന തത്കിം കർമ്മണി ഘോരേ മാം നിയോജയസി കേശവ. ഹേ ജനാർദ്ദന, അല്ലയോ കൃഷ്ണ, കർമ്മണ ബുദ്ധി, കർമ്മബുദ്ധി, കർമ്മത്തിൻ്റെ ആ ബുദ്ധി, ജ്യായസി തേ മതാ ചേത് തത്, ആ കർമ്മബുദ്ധി അതാണ് ഏറ്റവും ഉത്തമം എന്നൊരഭിപ്രായം അങ്ങയ്ക്കുണ്ടെങ്കിൽ, ഹേ കേശവ, അല്ലയോ കേശവ, കൃഷ്ണ, മാം ഘോരേ കർമ്മണി, എന്നെ ഈ ഘോരമായ കർമ്മത്തിൽ, കിം നിയോജയസി, എന്തിനാണ് നിയോഗിച്ചിരിക്കുന്നത്. നേരത്തെ പറഞ്ഞല്ലോ കർമ്മബുദ്ധിയേക്കാൾ യോഗബുദ്ധിയാണ് ഏറ്റവും പ്രിയപ്പെട്ടത് എന്ന്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ ഘോരമായിട്ടുള്ള യുദ്ധം ചെയ്യേണ്ട എന്താ ആവശ്യമാണുള്ളത് എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. അതായത് അർജുനന് ഇവിടെ ഒരു ആശയക്കുഴപ്പം വരികയാണ്. ഈ യോഗബുദ്ധി ഉൾക്കൊള്ളാൻ പറഞ്ഞു, ഒപ്പം തന്നെ ഇങ്ങനെ ഘോരമായിട്ടുള്ള യുദ്ധം ചെയ്യാനും പറയുന്നു. അതുകൊണ്ടാണ് അർജുനന് ഇങ്ങനൊരു സംശയം വന്നത്. അതാണ് ഈ ശ്ലോകത്തിൽ ചോദിച്ചത്. അർജുനൻ തുടർന്ന് ചോദിക്കുകയാണ്: വ്യാമിശ്രേണേവ വാക്യേന ബുദ്ധിം മോഹയസീവ മേ തദേകം വദ നിശ്ചിത്യ യേന ശ്രേയോഹമാപ്നുയാം. ഒന്നുകൂടി ചൊല്ലാം: വ്യാമിശ്രേണേവ വാക്യേന ബുദ്ധിം മോഹയസീവ മേ തദേകം വദ നിശ്ചിത്യ യേന ശ്രേയോഹമാപ്നുയാം. വ്യാമിശ്രേണ ഇവ വാക്യേന, ഇടകലർത്തി കൊണ്ടുള്ള ഈ വാക്കുകളെ കൊണ്ട്, മമ ബുദ്ധിം മോഹയസി ഇവ, എൻ്റെ ബുദ്ധിയെ വ്യാമോഹിപ്പിക്കുന്നു, യേന അഹം ശ്രേയ ആപ്നുയാം, ഏതൊന്നുകൊണ്ടാണോ എനിക്ക് ശ്രേയസ് ഉണ്ടാകുന്നത്, തത് ഏകം, ആ ഒരെണ്ണം, നിശ്ചിത്യ വദ, അങ്ങ് ഉറപ്പിച്ച് പറഞ്ഞു തരണം. അതായത് ഇവിടെ കർമ്മയോഗത്തെക്കുറിച്ചും ജ്ഞാനയോഗത്തെക്കുറിച്ചൊക്കെ അങ്ങ് ഇങ്ങനെ ഇടകലർത്തിയിട്ടാണ് പറഞ്ഞത്. ഇത് എൻ്റെ ബുദ്ധിയാകെ ആശയക്കുഴപ്പത്തിലാക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഏതെങ്കിലും ഒന്ന് ഉറപ്പിച്ചിട്ട് ഏതാണ് ചെയ്യേണ്ടത് എന്ന് എനിക്കൊന്ന് പറഞ്ഞു തരണം. അതായത് അവിടുന്ന് ആ നൽകിയ ഉപദേശത്തിൻ്റെ എന്താണ് അർത്ഥം എന്നെനിക്ക് വ്യക്തമായിട്ടില്ല എന്നാണ് പറയുന്നത്. ഇപ്പോഴും എനിക്ക് എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് അറിയാതെ എൻ്റെ മനസ്സാകെ വ്യാകുലപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് എന്താണ് ശ്രേയസ്കരമായിട്ടുള്ളത്, ആ ഉത്തമമായിട്ടുള്ള മാർഗം അങ്ങ് തീർച്ചപ്പെടുത്തിയിട്ട് അതെനിക്ക് പറഞ്ഞു തന്നാലും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ശ്രീകൃഷ്ണ ഭഗവാൻ ഒരു വാക്കുകൊണ്ടൊന്നും എന്തായാലും ഇതിന് ഉത്തരം പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്താണ് സാഖ്യബുദ്ധി, എന്താണ് യോഗബുദ്ധി, എന്താണ് എന്നൊക്കെ അതിന് തമ്മിലുള്ള ഭേദം പറഞ്ഞ് ആരംഭിക്കുകയാണ്. ശ്രീ ഭഗവാനുവാച ലോകേസ്മിൻ ദ്വിവിധാ നിഷ്ഠാ പുരാ പ്രോക്താ മയാ നഘ
ജ്ഞാനയോഗേന സാഖ്യാനാം കർമ്മയോഗേന യോഗിനാം. ലോകേസ്മിൻ ദ്വിവിധാ നിഷ്ഠാ പുരാ പ്രോക്താ മയാ നഘ. ജ്ഞാനയോഗേന സാഖ്യാനാം കർമ്മയോഗേന യോഗിനാം. അനഘ എന്ന് സംബോധന ചെയ്യണം. ശുദ്ധാത്മാവായ അല്ലയോ അർജുന, അസ്മിൻ ലോകെ ഈ ലോകത്തിൽ ദ്വിവിധാ നിഷ്ഠ രണ്ട് മാർഗങ്ങളാണ് ഉള്ളത്. എന്തിന്? ആ പരമമായ പുരുഷാർത്ഥം നേടാൻ രണ്ട് രൂപത്തിലുള്ള ജീവിതക്രമമാണ് ഉള്ളത്. പുരാ മയാ പ്രോക്ത, അത് പണ്ട് മുതൽക്ക് തന്നെ എന്നാൽ നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ വേദോക്തമായിട്ടുണ്ട്. സാഖ്യാനാം ജ്ഞാനയോഗേന, അതിൽ സാഖ്യന്മാർ എന്ന് അറിയപ്പെടുന്ന ജ്ഞാനയോഗികൾ ജ്ഞാനയോഗം കൊണ്ടും, യോഗിനാം കർമ്മയോഗേന, മോക്ഷം ആഗ്രഹിക്കുന്ന ലൗകിക കർമ്മം ചെയ്യുന്നവർക്ക് ചിത്തശുദ്ധി നേടുന്നത് കർമ്മയോഗം കൊണ്ട് ആണ്. ഇതിൽ കർമ്മനിഷ്ഠനെ ഗൃഹസ്ഥനെന്നും ബ്രഹ്മനിഷ്ഠനെ സന്യാസി എന്നും അത്രേ പറയുന്നത്. ഈ ലൗകിക കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് തന്നെ മനസ്സിൻ്റെ സമനില എന്നുള്ള ആ യോഗം, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ സ്ഥിതപ്രജ്ഞത്വം, അത് ലഭിക്കാനായിട്ട് യത്നിക്കുന്നത് കൊണ്ടാണ് ഇതിനെ കർമ്മയോഗം എന്ന് പറയുന്നത്. ഇവിടെ ഫലേച്ഛയില്ലാതെ ലോകനന്മയെ മാത്രം ലക്ഷ്യമാക്കിയിട്ട് വേണം കർമ്മം അനുഷ്ഠിക്കാൻ. അങ്ങനെ കർമ്മം അനുഷ്ഠിച്ചാൽ അയാൾക്ക് ചിത്തശുദ്ധി വരും. ചിത്തശുദ്ധി കൊണ്ട് ജ്ഞാനം ഉണ്ടാവും. ആ ജ്ഞാനം ലഭിച്ചു കഴിഞ്ഞാൽ അത് മോക്ഷപ്രാപ്തിക്ക് കാരണവുമാവും. ഈ ജ്ഞാനയോഗം ആർക്കാണെന്ന് വെച്ചാൽ മുൻജന്മങ്ങളിലെ സുഹൃതം കൊണ്ട് കർമ്മവാസനകളൊന്നും ഇല്ലാതെ തന്നെയാണ് ജനിക്കുന്നത്. അവർക്ക് ലൗകിക കർമ്മങ്ങളിലൊന്നും താല്പര്യമുണ്ടാവില്ല. ചെറുപ്പത്തിൽ തന്നെ സന്യാസം സ്വീകരിച്ച് ജ്ഞാനയോഗം കൊണ്ട് സ്ഥിതപ്രജ്ഞരായി തീരുന്നു. അതാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞ ഇങ്ങനെ കർമ്മനിഷ്ഠയും ബ്രഹ്മനിഷ്ഠയും ആകുന്ന രണ്ട് തരത്തിലുള്ള ജീവിത രീതികൾ പണ്ട് തന്നെ ലോകത്തിൽ പ്രസിദ്ധമായിട്ട് അല്ലെങ്കിൽ ഭഗവാൻ ഉപദേശിച്ചായിട്ടുണ്ട് എന്ന് പറഞ്ഞത്. ഇന്ന് തൽക്കാലം ഇതുവരെ വായിച്ചു നിർത്താം. അടുത്ത ആഴ്ച നമുക്ക് തുടർന്നുള്ള ശ്ലോകങ്ങൾ വായിക്കാം. എല്ലാവർക്കും നല്ലതു മാത്രം വരട്ടെ എന്ന പ്രാർത്ഥനയോടെ